എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ അടുത്ത ദിവസത്തെ വീഡിയോ ഇവിടെ തുടങ്ങാണ്. ഇന്ന് നമ്മളുള്ളത് ജയ്പൂരിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ബാക്കോട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വെച്ചാൽ ജയ്പൂരാണ്. ജയ്പൂരിൽ 3 സ്ഥലങ്ങൾ കാണാൻ എൻ്റെ പ്ലാനിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം തന്നെ സമയം കുറച്ച് വൈകി ഇറങ്ങുമ്പോൾ രാവിലെ എല്ലാം റെഡി ആയിട്ട് ബാക്കി ജയ്പൂർ എത്തിയിട്ട് എന്തെല്ലാമാണ് ഉള്ളതെന്നുള്ളത് ബാക്കി വീഡിയോയിൽ പറഞ്ഞു തരാം. ചേട്ടാ എന്നാ ബോർഡ് വായിക്കറാ? വെൽക്കം ടു രാജസ്ഥാൻ. അതന്നെ ഇപ്പൊ രാജസ്ഥാൻ എത്തിട്ടാ. സലാഡ്, ചോറ്, തൈര്, ചപ്പാത്തി. ഇന്നത്തെ പോലെ അല്ലേ? എന്തോ ടാങ്കറിന്റെ പോലത്തെ സ്ഥലമാണ്. 2 വരി റോഡ് അതിനായി പോയി അല്ലേ? 2 ഉണ്ട്, മുന്നിലൊന്നും ഇല്ല കേട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂർ സിറ്റിയിലാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചേട്ടാ? ഹവാ മഹൽ, സിറ്റി പാലസ്, ജൽമഹൽ, ജന്തർ മന്തർ, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം ഇവിടുന്ന് നമ്മൾ ടേപ്പാന്നൊന്നും അറിയില്ല. പാർക്കിങ്ങിന് 100 രൂപ വാങ്ങി. അത് പിന്നെ ഒക്കെ റെസീറ്റെല്ലാം ഉണ്ട്. വേറൊരു വണ്ടി ഇതാക്കിയിട്ട് ഇവിടുന്നുണ്ട്. ഓട്ടോയിൽ 200 രൂപ എന്നെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഗോപുരത്തിൻ്റെ ഉള്ളിലേ കൂടെ ഇല്ലാന്ന് ഓട്ടോ എല്ലാം പോകുന്നത്. ഇത് 200 രൂപ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എത്ര ദൂരമുണ്ട്? 3-4-5-6 ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 5-6 ലൊക്കേഷൻ പോയിന്റ് ഇവർ പറഞ്ഞിന്. നടന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും കുട്ടിയെല്ലാം ഇല്ലല്ലേ, നടന്നിട്ടായാലും ബുദ്ധിമുട്ടാണെന്ന്. വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മളിങ്ങനെ ഓട്ടോ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ട്രിപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ തേപ്പാന്നോ അല്ലയോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈസർലട്ട് എന്ന് പറയുന്ന ഒരു ടവറാണ്. ഒരു വാച്ച് ടവർ 140 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. 7 സ്റ്റോറിയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഫുൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒക്ടഗണൽ ഷേപ്പ്, ജയ്പൂർ സിറ്റീൻ്റെ സെൻട്രലാണ് ഉള്ളത്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഏകദേശം മൊത്തം ജയ്പൂർ ഏരിയ കാണാൻ പറ്റുന്ന പറയുന്നു. അപ്പോൾ എന്തായാലും പോയി നോക്കാം. സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പ് ആച്ചോട്ടെ. വീടൊക്കെ വെറൈറ്റി സംഭവമാണ്. 7 കയറണം. അടിപൊളി. വിട്ടോ സ്റ്റെപ്പ് ഇറങ്ങി വീഴുമെന്നുള്ളത് ഒരാൾ പിടിച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇതിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞ പോലെ ഏകദേശം ജയ്പൂർ സിറ്റി മൊത്തം കാണുന്നുണ്ട്. നല്ല വ്യൂ ആണ്. ഇത് നമ്മൾ ക്യാമറയിൽ കുറച്ച് ദൂരവും ക്ലിയറിൻ്റെ പ്രശ്നം ഉണ്ടാവും. നേരിട്ട് നമ്മൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇല്ല ഒരു ഭംഗി നല്ലതാണ്. ഇവിടെ ഒരു വലിയ മലയുണ്ട്, അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു കോട്ട പോലത്തെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ അങ്ങ് ദൂരം കാണുന്നുണ്ട്. പിന്നെ ഇത് കുറേ പഴയ ബിൽഡിങ് പാലസ് കണക്കെ ഒരു അബണ്ടൻ ടൈപ്പ് പാലസാണ് കാണുന്നത്. അങ്ങനെ കുറേ കാണുന്നുണ്ട്. നല്ലൊരു വ്യൂ തന്നെയാണ് എന്തായാലും. ഇതാ ഇതിൻ്റെ മുകളിലുള്ള വ്യൂ ആണിത്. സൂപ്പറാ പറ. സൂപ്പർ പറ. ഇഷ്ടപ്പെട്ടാ? പുതപ്പല്ല, കേറിയിട്ട് അതേ സ്റ്റെപ്പുണ്ട്. കേറി ഭ്രാന്തായി. അതേ പ്രശ്നമുള്ളൂ, വേറെ ഒന്നും കുഴപ്പമില്ല.